എല്ലാവർക്കും ന്യൂസ് ഫസ്റ്റ് മലയാളത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിക്കറ്റ് വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്ത്യ ഇംഗ്ലണ്ട് രണ്ടാം ടെസ്റ്റ് മത്സരത്തിലെ രണ്ടാം ദിനം ഇപ്പോൾ അവസാനിച്ചിരിക്കുകയാണ്. രണ്ടാം ദിവസമായ ഇന്നും ഇന്ത്യയുടെ ആധിപത്യം തന്നെയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. 345-6 എന്ന നിലയിൽ നിന്നും ബാറ്റിംഗ് പുനരാരംഭിച്ച ഇന്ത്യ ഇന്ന് ആദ്യ സെഷനിൽ തന്നെ ഓൾ ഔട്ട് ആകുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. എന്നാൽ ക്രിക്കറ്റ് ലോകത്തെ ഞെട്ടിച്ചുകൊണ്ട് ഇന്ത്യൻ സൂപ്പർ താരം ജയ്സ്വാൾ 101-ാം ഓവറിൽ തന്റെ ആദ്യ ഡബിൾ സെഞ്ചുറി വിശാഖപട്ടണത്ത് കുറിച്ചു. ഇന്ത്യൻ നിരയിൽ മറ്റ് എല്ലാ ബാറ്റ്സ്മാൻമാരും നിരാശപ്പെടുത്തിയപ്പോൾ ജയ്സ്വാൾ മാത്രമാണ് മികച്ചു നിന്നത്. 290 ബോളുകൾ നേരിട്ട താരം 19 ഫോറും 7 സിക്സും ഉൾപ്പെടെയാണ് 209 റൺസ് നേടിയത്. കോഹ്ലി, രോഹിത് എന്നീ താരങ്ങൾക്ക് ശേഷം ഇത് ആദ്യമാണ് ഒരു ഇന്ത്യൻ താരം ഡബിൾ സെഞ്ചുറി നേട്ടം കൈവരിക്കുന്നത്. ഇന്ന് ഇന്ത്യൻ ഇന്നിംഗ്സിൽ ആദ്യം പുറത്തായത് അശ്വിൻ ആയിരുന്നു. 34 പന്ത് നേരിട്ട താരം 20 റൺസ് നേടിയാണ് പുറത്തായത്. തുടർന്ന് 209 റൺസിൽ നിൽക്കെ ജയ്സ്വാളിനെയും ആൻഡേഴ്സൺ പുറത്താക്കി. പിന്നീട് വന്ന ബുംറ, മുകേഷ് കുമാർ എന്നിവരും കൂടാരം കയറിയപ്പോൾ ഇന്ത്യ 396 റൺസിന് ഓൾ ഔട്ട് ആയി. ഇംഗ്ലണ്ട് ബൌളിംഗിൽ ജിമ്മി ആൻഡർസൺ, റെഹാൻ അഹമ്മദ്, ഷോയിബ് ബഷീർ എന്നിവർ 3 വിക്കറ്റ് നേടിയപ്പോൾ കഴിഞ്ഞ മത്സരത്തിൽ ഇന്ത്യയെ വിറപ്പിച്ച ഹാർട്ട്ലിക്ക് 1 വിക്കറ്റും ലഭിച്ചു. മറുപടി ബാറ്റിംഗിൽ ഇംഗ്ലണ്ട് ആദ്യം മുതൽ അടിച്ചു കളിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. ഡെക്കറ്റ്, ക്രോളി എന്നീ താരങ്ങൾ മികച്ച തുടക്കം നൽകിയെങ്കിലും 10-ാം ഓവറിൽ കുൽദീപ് യാദവ് ഡെക്കറ്റിനെ മടക്കി ഇന്ത്യക്ക് ആദ്യ ബ്രേക്ക് ത്രൂ നൽകി. 17 പന്തിൽ 21 റൺസ് നേടിയാണ് താരം പുറത്തായത്. പിന്നീട് എത്തിയ ഒലി പോപ്പ്, റൂട്ട്, ബെയർസ്റ്റോ തുടങ്ങിയ താരങ്ങൾക്കും യാതൊന്നും തന്നെ ചെയ്യാൻ സാധിച്ചില്ല. പോപ്പ് 23, റൂട്ട് 5, ബെയർസ്റ്റോ 25 റൺസ് എന്നിങ്ങനെ നേടി ഓരോരുത്തരും പുറത്തായി. എന്നാൽ മറുവശത്ത് വെടിക്കെട്ട് ഓപ്പണർ സാക്രോളി ഇന്ത്യൻ ബൌളർമാരെ പഞ്ഞിക്കിട്ടു. 78 ബോളിൽ 76 റൺസ് ആണ് താരം ഇന്ന് അടിച്ചുകൂട്ടിയത്. തുടർന്ന് കുൽദീപ് യാദവിന്റെ പന്തിൽ ഇംഗ്ലീഷ് വിക്കറ്റ് കീപ്പർ ആയ ബെൻ ഫോക്സും മടങ്ങിയതോടെ ഇന്ത്യ കളി തിരിച്ചുപിടിച്ചു. ഇംഗ്ലണ്ട് ക്യാപ്റ്റൻ സ്റ്റോക്സ് മികച്ച ബാറ്റിംഗ് പ്രകടനം കാഴ്ചവെച്ചെങ്കിലും ഇന്ത്യ ഇംഗ്ലണ്ടിനെ കെട്ടുവെട്ടിച്ചു. ഇന്ത്യൻ ബൌളിംഗിൽ ബുംറ 6 വിക്കറ്റ് നേടിയപ്പോൾ കുൽദീപ് യാദവ് 3-ഉം അക്സർ പട്ടേൽ 1 വിക്കറ്റും സ്വന്തമാക്കി. ഇന്ത്യ ഇന്ന് മികച്ച കളി തന്നെയാണ് പുറത്തെടുത്തത്. അങ്ങനെ ആദ്യ ഇന്നിംഗ്സിൽ ഇംഗ്ലണ്ട് 253 റൺസിന് ഓൾ ഔട്ട് ആകുകയായിരുന്നു. ആദ്യ ഇന്നിംഗ്സിൽ തന്നെ ഇന്ത്യ 143 റൺസിന്റെ ലീഡാണ് നേടിയിരിക്കുന്നത്. രണ്ടാം ഇന്നിംഗ്സ് ബാറ്റിംഗ് ആരംഭിച്ച ഇന്ത്യയ്ക്കു വേണ്ടി രോഹിത്തും ജയ്സ്വാളും മികച്ച തുടക്കമാണ് സമ്മാനിച്ചത്. ആകെ 171 റൺസ് ഇന്ത്യക്ക് ഇപ്പോൾ ലീഡുണ്ട്. ബാറ്റിംഗിലും ബൌളിംഗിലും ഇന്ത്യ ഇപ്പോൾ തകർപ്പൻ ഫോമിലാണ്. വരുന്ന ദിവസങ്ങളിലും ഇതേ പ്രകടനം പുറത്തെടുത്ത് രണ്ടാം ടെസ്റ്റ് ഇന്ത്യ തിരിച്ചുപിടിക്കും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ഇന്നത്തെ കളിയെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ചെയ്യുക. അതുപോലെ കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.